ഇന്നലത്തെ എപ്പിസോഡിലും ലൈവിലും ഒക്കെ ജാൻമോണിയുടെ ഒരു ഡോമിനേഷൻ എനിക്ക് വല്ലാതെ കാണാൻ സാധിച്ചു. അതിന് കാരണം ജാൻമോണിക്ക് ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി ഗെയിമിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കാം. ഇത് ജിൻഡോയോടും ജാൻമോണി ചർച്ച ചെയ്യുന്നത് എപ്പോഴും ലൈവിൽ കാണാൻ ഇടയായിട്ടുണ്ട്. പിന്നെ ചായയുമായിട്ടൊരു ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടാക്കിയിരുന്നു ഇന്നലെ ജാൻമോണി. പവർ ടീമിന്റെ റൂളാണ് ചായ 2 തവണയേ ഉള്ളൂ എന്നത്. അപ്പൊ അതിനെതിരെ ജാൻമോണി പോയൊരു സമരമൊക്കെ ആയിരുന്നു. ജാൻമോണി 4-5 തവണ ചായ കുടിക്കുന്ന ആളായിരിക്കാം ചിലപ്പോ. പിന്നെ ലൈവില് ജാൻമോണി സിഗരറ്റ് ചോദിക്കുന്നതൊക്കെ കാണിച്ചിരുന്നു. അത് കിട്ടാത്തതിനാൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അത് പിന്നീട് ബിഗ് ബോസ് കൊടുക്കുകയും ഭയങ്കര സന്തോഷവുമായിരുന്നു. എന്നാലും ജാൻമോണി കളിയിലേക്ക് ഇറങ്ങി എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ജാൻമോണി അല്ലാതെ ഗെയിമിലേക്ക് ഇറങ്ങിയ മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് അർജുൻ. അർജുന്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോ അർജുൻ ആദ്യം ചെയ്തത് കിച്ചണിലേക്ക് പോയി ആ ഒരു അധികാരം സ്ഥാപിക്കുക എന്നൊരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് യമുന റാണിയുമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ. ഫസ്റ്റ് വീക്കില് ക്യാപ്റ്റൻ ആയപ്പോ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു പുള്ളിക്ക്. പക്ഷെ ഇപ്പൊ അർജുന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പവർ പ്ലേ ഇന്നലെ അർജുൻ കാണിച്ചത്. ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു പുള്ളിയുടെ വക. നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല അർജുൻ അങ്ങനെ ഒരു ഗെയിം അവിടെ കളിക്കുമെന്ന കാര്യം. ഇന്നലെ രാവിലെ പവർ ടീം ഒരു ചർച്ച നടത്തിയപ്പോൾ പോലും അർജുൻ ഒന്നും മിണ്ടുന്നതായിട്ട് കണ്ടില്ല. ജിൻഡോയും രശ്മിനും കൂടെയാണ് സംസാരിച്ചത് മൊത്തം. എന്തായാലും ജാൻമണിയുടെയും അർജുന്റെയും ഗെയിം ഇങ്ങനെ ഡെവലപ്പ് ആയത് വളരെ നല്ല കാര്യമാണ്. ഈ സീസണിൽ കളിക്കുന്നവരായിട്ട് ആകെ 4-5 പേരെ കഷ്ടിച്ചുള്ളൂ. അത്രയും പോലും ഇല്ല സത്യം പറഞ്ഞാല്. അവിടെ ജാൻമണി അർജുനും ഒക്കെ ഒരു ഗെയിം കളിച്ച് തുടങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്.